7.5 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ നടിയാക്രമണ കേസിൽ വിധി വരികയാണ്. അടുത്ത മാസം 8-നാണ് കേസിൽ കോടതി വിധി പറയുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി വരുന്നത്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവുണ്ട്. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി അടക്കം 9 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടൊരു കേസാണ്. സാക്ഷികൾ കൂറുമാറുന്നു, വിചാരണ നീണ്ടുപോകുന്നു, ഒടുവിൽ സുപ്രീം കോടതിയുടെ വരെയും ഇടപെടലുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഈ അതായത് മലയാളികൾ കാത്തിരിക്കുന്ന വിധി അടുത്ത മാസം 8-ന് ഡിസംബർ 8-ന് വരുന്നു. എന്ത് പ്രതീക്ഷിക്കാം? കേരളം മുഴുവൻ അങ്ങേയറ്റം ആശങ്കയോടെ അങ്ങേയറ്റം പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് ഡിസംബർ 8-ന് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തുക. അതേസമയം 7 വർഷവും 8 മാസവും എടുത്തു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ അവസാനിക്കാൻ. നടി ആക്രമിക്കപ്പെടുന്നത് 2017 ഫെബ്രുവരി 17-നാണ്. ഈ 8 വർഷമെടുത്തു നടി ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവത എന്ന പേരിൽ അവർ നടത്തിയ പോരാട്ടത്തിന് വിധി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ 8 വർഷമെടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ പലതവണ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നിരവധി തവണ പലതരം ഹർജികളുമായി പ്രതികൾ തന്നെ കോടതിയിലെത്തുന്ന സാഹചര്യമുണ്ടായി. പ്രതികൾ കോടതിയുടെ വിചാരണ നീട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് നയമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. മെമ്മറി കാർഡ് ഹാഷ്വാലിയുമായി ബന്ധപ്പെട്ട അതിജീവിത തന്നെ ഹൈക്കോടതിയിലെത്തുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ നിരവധി തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഡിസംബർ 8-ന് വിധി പ്രസ്താവം നടത്തുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 10 പ്രതികളാണ് കേസിലുള്ളത്. ഈ 10 പ്രതികളും, അതായത് കേസിലെ മുഴുവൻ പ്രതികളും, ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ അതിപ്രമാദമായ ഒരു കേസ്. 2 തവണ പ്രോസിക്യൂട്ടർമാർ മാറുന്ന സാഹചര്യം, അതും ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുമായി പിണങ്ങി 2 തവണ പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. അതേസമയം അഡ്വക്കേറ്റ് രാജകുമാറാണ് ഇപ്പോൾ കേസിലെ പ്രോസിക്യൂട്ടർ. അദ്ദേഹം കേസ് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ സോഴ്സുകളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതെന്നുള്ള വാദമുഖങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ജാഗ്രതയോടെ അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. എന്താകും? ഒരു പക്ഷത്ത് സോഷ്യൽ മീഡിയയിൽ നടൻ ദിലീപിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഡിസംബർ 8-ന്. എന്നിരുന്നാലും ഈ 7 വർഷവും 8 മാസവും നീണ്ടിട്ടുള്ള കാലയളവിനുള്ളിൽ, അത് മാത്രമല്ല 7.5 വർഷത്തിനു ശേഷമാണ് വിചാരണ തടവുകാരനായ പൾസർ സുനിക്ക്, കേസിലെ 1-ാം പ്രതിയാണ് പൾസർ സുനി, വിചാരണ തടവുകാരനായ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത്. അതും സുപ്രീം കോടതിയുടെ ഇടപെടലോട് കൂടിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അങ്ങനെ നിരവധി തവണ കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യം. കോവിഡ് ഇടയ്ക്കൊരു പ്രശ്നമായിരുന്നു. കേസ് വിചാരണകൾ നീണ്ടുപോകാനുള്ള പ്രശ്നം കോവിഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. എന്നിരുന്നാലും നിരവധി തവണ കോടതി, അതായത് ഉയർന്ന കോടതികളുടെ ഇടപെടൽ കൂടി വേണ്ടി വന്നു ഇപ്പോൾ ഡിസംബർ 8-ന് ഇതിന്റെ വിധി പ്രസ്താവിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്താൻ. അതായത് ഈ നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ മൊഴി. അതിനുശേഷം ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു. ഏകദേശം 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടക്കുന്നു. ഏവരും ഉറ്റുനോക്കുന്നത് ദിലീപ് കേസിൽ ശിക്ഷിക്കപ്പെടുമോ എന്നാണ്. കാരണം പൾസർ സുനി ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കോടതിയിലും സമാനമായ രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 8 വർഷ കാലയളവിൽ കേസിലെ പ്രതിയായിട്ടുള്ള ദിലീപ് ഈ കേസ് അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെന്ന് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പല ആരോപണങ്ങൾ ഉയർന്നു. മെമ്മറി കാർഡ് വിവരങ്ങൾ ചോരുന്നു. അങ്ങനെ പല രീതിയിലുള്ള അട്ടിമറികളും ഉണ്ടായിട്ടുള്ളൊരു കേസ് കൂടിയാണ്. സ്വാഭാവികമായും ഇവിടെ പൾസർ സുനിക്കപ്പുറം ഈ കേസിലെ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടന്മാരിൽ ഒരാൾ
അത് ഇത്രയും നീചമായ ഒരു കൃത്യം ചെയ്യുന്നു, അതിന് കൊട്ടേഷൻ നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ മലയാളിക്ക് ഒരു ഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷമാണ് ഓരോ ദിവസങ്ങളിലും ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ, വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ദിലീപിനെതിരെ എന്തൊക്കെ തെളിവുകളാണ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആജ്ഞ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായത്. അതായത് ഈ വിചാരണ കോടതി ജഡ്ജിനെതിരെ അതിജീവിത പോലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് 3 തവണ ഹാഷ് വാല്യൂ മാറിയെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ഹാഷ് വാല്യൂ മാറി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലുള്ള വസ്തുതാ റിപ്പോർട്ട് അത് പരിശോധിക്കണം. അതല്ലെങ്കിൽ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സഹപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിൽ നടപടിയെടുത്തു, നിലപാടെടുത്തു എന്നുള്ള ആരോപണവുമായിട്ടാണ് നടി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 3 തവണ എന്ന് പറയുമ്പോൾ ഒന്ന് എറണാകുളം അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, രണ്ടാമത്തത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉദ്യോഗസ്ഥനായിട്ട് മഹേഷ് മോഹൻ, മൂന്നാമത് ശിരസ്താർ താജുദ്ദീൻ. ഈ 3 പേരുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഈ 3 പേരാണ് ഈ മെമ്മറി കാർഡ് ഈ ഫോണിൽ ഇട്ട് നോക്കിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം അതിൽ വന്നിട്ടുള്ള അന്വേഷണത്തിലും വസ്തുതാ റിപ്പോർട്ടിലുമൊക്കെ വേണ്ട തരത്തിൽ കോടതി നടപടിയെടുത്തില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് ഹൈക്കോടതിയിൽ ഉപഹർജിയുമായി അതിജീവിത എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ദൃശ്യങ്ങൾ ചോർന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങൾ തനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ട ദിലീപ് കോടതിയിൽ ഹർജി നൽകുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഇതൊന്നും കോടതി വേണമെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാം, അതേസമയം നൽകാനാകില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ. പക്ഷെ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം, കേരളം കണ്ടിട്ടുള്ള ഒരു ബലാത്സംഗം, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ആദ്യത്തെ കേസ്, അതല്ലെങ്കിൽ അത്രയും നാണം കെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് പോയി. ദിലീപ് എന്ന നടന്റെ കരിയർ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അതുവരെ ജനപ്രിയ നായകനായിരുന്ന ദിലീപ്, പൊതുജനം തന്നെ ദിലീപിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ തുടർന്നുണ്ടായ ദിലീപ് ചിത്രങ്ങളൊക്കെ ഇത്തരത്തിൽ വൻ ഫ്ലോപ്പാകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയുണ്ടായി. എന്തായാലും പൊതുജനത്തിന്റെ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കൂടി വലിയ വിമർശനങ്ങൾ ദിലീപിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേസിന്റെ 2ാം ഘട്ടത്തിലാണ് ദിലീപിനെതിരെ തെളിവുകൾ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതായത് ദിലീപ് ഈ പൾസർ സുനി, ദിലീപിന്റെ 1ാം പ്രതി പൾസർ സുനി ദിലീപിന്റെ സെറ്റിലെത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അത് മാത്രമല്ല, പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് അയച്ചിട്ടുള്ള കത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് കണ്ടെത്താൻ ആയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബലാത്സംഗവുമായിട്ട്, അതായത് നടിയെ ുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന 5 പ്രതികളായിരുന്നു. നേരിട്ട് ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടുള്ള 5 പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ കേസിലുണ്ടായിരുന്നത്. അതേസമയം 2ാം ഘട്ടത്തിലാണ് ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും 2017 ജൂലൈ 10 ദിലീപ് എന്ന് പറയുന്ന നടൻ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായത്. തുടർന്ന് 85 ദിവസമാണ് ദിലീപിന് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്. തുടർന്നാണ് ദിലീപ് ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ പറയുന്ന 7 വർഷവും 8 മാസവും, അതായത് 2018 മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ തുടങ്ങുന്നത്. ഈ 7 വർഷവും 8 മാസവുമായി ഈ കേസിന്റെ വിചാരണ നടപടികൾ നേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഹർജികളുമായി പ്രതികൾ കോടതിയിലെത്തുന്നു. ഇത്തരത്തിൽ ഈ വിചാരണ നീളുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ, അതായത് വിധി പ്രസ്താവനത്തിനും വിചാരണ പൂർത്തിയാക്കാനും സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് സുപ്രീം കോടതിക്ക് കത്തെഴുതുന്നു. അത് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യം 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പിന്നീടും അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാരന് 7.5 വർഷവും ജാമ്യം നൽകിയില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി. അതായത് പൾസർ സുനി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അങ്ങനെയുള്ളപ്പോൾ അതുകൂടി വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. അത് മാത്രമല്ല, അതിജീവത ഇതുമായി ബന്ധപ്പെട്ട് തുറന്ന കോടതിയിൽ തനിക്ക് വാദം വേണം എന്നുള്ള ആവശ്യമായി കോടതിയിലെത്തിയത് ശ്രദ്ധേയമാണ്. തുറന്ന കോടതി, അതായത് ഇത്തരം കാര്യങ്ങൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസുകളിൽ സ്ത്രീയെ അധിക്ഷേപിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഇത്തരം വാദങ്ങൾ കേൾക്കുക. അത് വേണ്ട, തനിക്ക് അതിജീവത എന്നൊരു ടാഗ് ലൈനിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് IFFK വേദിയിൽ വെച്ച്
നടി തുറന്നു പറയുകയും താൻ ഇനി മുതൽ അതിജീവിതയല്ല, എൻ്റെ പേരിൽ തന്നെ ഇത് അറിയപ്പെടും, ഞാൻ അറിയപ്പെടും എന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് സിനിമാ മേഖലയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷം നീണ്ട പോരാട്ടം എന്തായാലും ഡിസംബർ 8-ന് വിധി വരുമ്പോൾ അവർക്ക് അനുകൂലമാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആജ്ഞ, ഇവിടെ നമുക്കറിയാം വലിയ രീതിയിലുള്ള വലിയ സ്വാധീനമുള്ള ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ദിലീപ്. അതായത് ആ കേസിൻ്റെ തുടക്കഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാധീനം, അതോടൊപ്പം പല പോലീസ് ഉന്നതരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നീതി കിട്ടുമോ എന്നൊരു ആശങ്ക തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നു. ചില സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ദിലീപിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ രംഗത്തെത്തുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ അതിജീവിത വലിയ പോരാട്ടം നടത്തിയത്. ഈ കേസിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിധി വരാൻ. തനിക്ക് നീതി കിട്ടുമെന്ന് അതിജീവിത ഉറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അതായത് അതിൽ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നൊരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെതിരെയാണ് ജഡ്ജി ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളൊരു ആരോപണവുമായി അതിജീവിത കോടതിയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു വ്യക്തി, ഒരു മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടൻ, ജനപ്രിയ നായകൻ, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, പ്രതികളെ സാക്ഷി നൽകിയിരുന്ന ആളുകളെയൊക്കെ മൊഴി നൽകിയിരുന്ന ആളുകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം. 21ഓളം പേര് പിന്നീട് കൂറുമാറുന്ന സാഹചര്യം. പ്രധാനമായും ഇടവേള ബാബു, ബിന്ദു പണിക്കർ, നടി ഭാമ, അതുപോലെ റിമി ടോമി തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആദ്യം പറഞ്ഞതിൽ നിന്നും കൂറുമാറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതേസമയം മഞ്ജു വാര്യരുടെ മൊഴി പിന്നീട് അത് അങ്ങേയറ്റം നിർണായകമാവുകയും കുഞ്ചാക്കോ മൊഴി നൽകിയത് നിർണായകമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഈ നടിയെ ആക്രമിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ ഒത്തുചേരുകയും വിമൻ ഇൻ കളക്റ്റീവ് സിനിമയിലേക്ക് രൂപീകരണത്തിലേക്ക് പോവുകയും അവരൊന്നിച്ച് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു. ഇത്തരത്തിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം വേണം, ഓരോ സിനിമാ സെറ്റും IC വേണം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതും റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ട് 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും തുടർന്ന് സിനിമയിലെ നയരൂപീകരണത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നതും നടിയെ ആക്രമിച്ച കേസ് അതിനൊരു അടിസ്ഥാനമായി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ അതിജീവനത്തിന്റെ കാലഘട്ടം തന്നെയാണ് ആ സ്ത്രീക്ക് ഈ കഴിഞ്ഞ 8 വർഷവും എന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരതിന്റെ പിന്നാലെ ഈ പറഞ്ഞതുപോലെ അതിജീവിത എന്ന് പറയുന്ന ഒരു പേരിന്റെ മറവിൽ തനിക്ക് ജീവിക്കണ്ട, താൻ നേരിട്ട് പോരാടാനും തുറന്ന കോടതിയിൽ വാദം കേൾക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന ഒരു സ്ത്രീ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയും ഇത് പരിഗണിക്കേണ്ടത്. കാരണം ഇത്തരം കേസുകൾ പലതും തീരുമാനമാകാതെ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടക്കാതെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അട്രോസിറ്റീസിനെതിരെ പലപ്പോഴും വിചാരണ പോലും നേരിടാതെ നടക്കുന്ന നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അല്ലെങ്കിൽ ഒടുവിൽ അവർക്ക് പിന്മാറേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ അതിജീവിത കാണിച്ചുള്ള ഈ വിപതി ധൈര്യത്തെ അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള ഓരോ പോരാട്ടവും ഈ കഴിഞ്ഞ 8 വർഷവും അവർ നടത്തിയിട്ടുള്ള അതിജീവനത്തിന്റെ ഈ ഒരു ഘട്ടമായിരുന്നു അവർക്ക് അതിജീവനത്തിന്റെ ഒരു തണൽ അല്ലെങ്കിൽ ഒരു താങ്ങ് വേണ്ടി വന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നോക്കിയത്. നടി ആക്രമണ കേസിൽ ഡിസംബർ 8-ന് വിധി വരികയാണ്.